രാഷ്ട്രീയ കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഡി അശ്വിനി ദേവിന്റെ ഒന്നാം അനുസ്മരണം ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ രംഗത്തും കലാ സാംസ്കാരിക സാഹിത്യ ആധ്യാത്മിക മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന ഡി അശ്വിനി ദേവിന്റെ ഒന്നാം ചരമവാർഷിക ദിനം ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം ബി.ജെ.പി. ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു. ആയ കാലഘട്ടം മുതൽ കേരളത്തിൽ പലവട്ടം അശ്വിനി ദേവിന്റെ ശബ്ദം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മുഴങ്ങിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും നടത്തിയിട്ടുള്ള സംസ്ഥാന ജാഥകളിൽ ഒരു അനൗൺസ്മെന്റ് ശബ്ദം അശ്വിനി ദേവിൻ്റെതായിരുന്നു. കാരണം എല്ലാവർക്കും അശ്വിനി ചേട്ടൻ്റെ ശബ്ദത്തോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യം. നമ്മൾ ബി.ജെ.പിയുടെ പ്രവർത്തകരെന്ന നിലയിൽ പലപ്പോഴും നമുക്ക് കൈവെക്കാൻ പറ്റാത്ത പല മേഖലകളിലും കൈവച്ച ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അശ്വിനി ചേട്ടൻ. അത് ഈ പറഞ്ഞതുപോലെ അനൗൺസ്മെൻ്റ് ആയാലും തെരുവ് നാടകമായാലും പ്രസംഗമായാലും കവിതയായാലും അശ്വിനി ചേട്ടനൊക്കെ നമ്മളുടെ പഠന ക്യാമ്പുകളിലൊക്കെ കവിത ചൊല്ലിയ ഓർമ്മകളൊക്കെ കൃത്യമായി ഉണ്ട്. അങ്ങനെ കൂടുതൽ അശ്വിനി ദേവിൻ്റെ ശബ്ദത്തോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. പക്ഷേ സാധാരണ മലയാളികൾക്കും അങ്ങനെ തന്നെയാകും. അതോടൊപ്പം തന്നെയാണ് ശബരിമലയുടെ മകരവിളക്ക് കാലഘട്ടത്തിൽ മലയാളികൾ മുഴുവൻ ദൂരദർശനിൽ കൂടി കേട്ടിട്ടുള്ള ശബ്ദം ബഹുമാനപ്പെട്ട അശ്വിനി ദേവിൻ്റെതാണ്. ആ മകരജ്യോതി തെളിയുന്ന ആ ഒരു സായം സന്ധ്യയിൽ മലയാളികളെ മുഴുവൻ ഭക്തിയുടെ പരകോടിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് അശ്വിനി ദേവിൻ്റെ ശബ്ദമായി. ചെട്ടികുളങ്ങര കുംഭഭരണി, ഇത്തവണത്തെ കുംഭഭരണിക്ക് പോയപ്പോഴും ഞങ്ങളെല്ലാവരും പറഞ്ഞത് ആ അശ്വിനിയേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വിടവാണ്. കാരണം ആ ചെട്ടികുളങ്ങര അമ്മയുടെ നടയിൽ നിൽക്കുമ്പോൾ കുംഭഭരണി എന്നുള്ളത് ഇത്ര അവാച്യമായ അനുഭൂതിയാണ്, ഇത്ര അഭൗമമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിൽ അശ്വിനി ദേവിൻ്റെ ശബ്ദം വഹിച്ച പങ്ക് ചെറുതല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മകരവിളക്കിൻ്റെ സമയത്തായാലും ചെട്ടുകുളങ്ങര കുംഭഭരണിയുടെ സമയത്തായാലും അശ്വിനി ചേട്ടൻ ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മായാപ്രപഞ്ചമുണ്ട്. അത് 10,000-കണക്കിന് ആൾക്കാരെ പിടിച്ചിരുത്താൻ പോകുന്ന വാക് വൈഭവത്തിന് ഉടമയായിരുന്നു അശ്വിനി ദേവ്. അത് രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, ഏതു മേഖലയിലും ഇത്രയേറെ സരസ്വതിയുടെ കടാക്ഷം കിട്ടിയ ഒരു മനുഷ്യൻ നമുക്കിടയിൽ അപൂർവമായിരുന്നു. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രയേറെ സരസ്വതി കടാക്ഷം കിട്ടിയിട്ടുള്ള വാക് വൈഭവം കിട്ടിയിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദിനാചരണത്തിന്റെ ഭാഗമായി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ആർ. വിനോദ് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് സ്വാഗതം പറഞ്ഞു. പാലമുറ്റത്ത് വിജയകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, ബിപിൻ രാജ്, ബിപിൻ സി ബാബു, പ്രണവ് ശ്രീകുമാർ, കൊച്ചുമുറി രമേശ്, കൃഷ്ണകുമാർ രാംദാസ്, വി കൃഷ്ണകുമാർ, ആർ രാജേഷ് കമ്മത്ത്, സരസ്വതി രമേശ്, ബിന്ദു സുഭാഷ്, രാജശ്രീ കമ്മത്ത്, വിനോദിനി സന്തോഷ്, കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം.